ക്ലിയോപാട്ര എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരിയും ശക്തയും ആയ ഒരു ഭരണാധികാരിയെ ആയിരിക്കും ഓർമ്മ വരിക. ക്ലിയോപാട്ര എന്ന സൗന്ദര്യ റാണി ഈജിപ്തിലെ ടോളമി വംശത്തിലെ ഏറ്റവും സജീവമായ അവസാനത്തെ ഫറവോ കൂടിയായിരുന്നു. മരിച്ചിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ മരണത്തിലെ ദുരൂഹതകൾ ഇപ്പോഴും മാറിയിട്ടില്ല. വിഷപ്പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് ക്ലിയോപാട്ര സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ അവർ ജീവൻ ഒടുക്കിയതല്ല, മറിച്ച് അതൊരു കൊലപാതകമായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന പഠനങ്ങൾ അവകാശപ്പെടുന്നത്. ഈജിപ്തിലെ അവസാന ഫറവോ എന്ന് വേണമെങ്കിൽ ക്ലിയോപാട്രയെ വിശേഷിപ്പിക്കാം. ഈജിപ്തിന്റെ ഫറവോ ആയി സ്വയം അവരോധിതയായ ക്ലിയോപാട്ര പിന്നീട് കീഴടങ്ങുന്നത് ജൂലിയസ് സീസറിന്റെ മുന്നിലാണ്. അവർ തമ്മിൽ പ്രണയവത്തരായി. തന്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്താൻ സീസറിന്റെ ശക്തി ക്ലിയോപാട്രയ്ക്ക് ഏറെ സഹായകമായിരുന്നു. ജൂലിയസ് സീസർ ഇവർക്കുണ്ടായ മകനാണ് സിസേറിയൻ. സീസറിന്റെ കൊലപാതകത്തിന് ശേഷം മാർക്ക് ആന്റണിക്കൊപ്പമായിരുന്നു ക്ലിയോപാട്ര കഴിഞ്ഞിരുന്നത്. സീസറെ കൊന്നതിന് പിന്നിൽ മാർക്ക് ആന്റണി ആയിരുന്നു. പക്ഷേ അപ്പോഴും ക്ലിയോപാട്രയ്ക്ക് ആന്റണിക്കൊപ്പമേ നിൽക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മാർക്ക് ആന്റണിയുമായുള്ള ബന്ധത്തിൽ 3 കുട്ടികളാണ് ക്ലിയോപാട്രയ്ക്ക് ജനിച്ചത്. സീസറുടെ മകൻ ഒക്ടോവിയൻ എന്ന അഗസ്റ്റസ് ക്ലിയോപാട്രയോട് അത്രയേറെ ദേഷ്യത്തിലുമായിരുന്നു. ഒക്ടോവിയന് എതിരെയുള്ള യുദ്ധത്തിൽ മാർക്ക് ആന്റണി ദയനീയമായി കൊല്ലപ്പെട്ടു. ഇതേ തുടർന്നാണ് ക്ലിയോപാട്ര തന്റെ ജീവൻ ഒടുക്കുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. ക്ലിയോപാട്രയുടെ മരണശേഷം മകൻ ഫറവോ ആയി സ്ഥാനമേറ്റെങ്കിലും ഉടനെ തന്നെ കൊല്ലപ്പെടുകയായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഈജിപ്ഷ്യൻ രീതി അനുസരിച്ച് ക്ലിയോപാട്ര 2 തോഴിമാർക്കൊപ്പം ജീവനൊടുക്കി എന്നാണ് ചരിത്രം. പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചിട്ടായിരുന്നു മരണം ഏറ്റുവാങ്ങിയത്. എന്നാൽ അന്നത്തെ കാലത്ത് 3 പേരെ കൊല്ലാൻ മാത്രം വിഷമുള്ള പാമ്പുകൾ ഈജിപ്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയത്. ഈജിപ്തോളജിസ്റ്റുകളും പാമ്പ് വിദഗ്ധരും ഒക്കെ ചേർന്ന സംഘമാണ് ഇത് കണ്ടെത്തുന്നത്. വലിയ വിഷമുള്ള പാമ്പിന്റെ കടിയേറ്റാണ് ക്ലിയോപാട്ര മരിച്ചതെന്നായിരുന്നു പഴയ നിഗമനം. എന്നാൽ ഈ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഈജിപ്തിലെ പാമ്പുകളെക്കുറിച്ച് പഠനം നടത്തിയ ഗവേഷകർ ക്ലിയോപാട്ര സ്വയം ജീവനൊടുക്കിയതല്ല എന്ന നിഗമനത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈജിപ്തിൽ കാണപ്പെടുന്ന വലിയ വിഷപ്പാമ്പുകളെ ചെറിയ കൂടയിൽ സൂക്ഷിക്കാനോ അല്ലെങ്കിൽ കൂടെ കൊണ്ടു നടക്കാനോ സാധ്യമല്ല. ഏകദേശം 2.5 മീറ്ററോളം നീളമുള്ള ഈജിപ്തിലെ മൂർഖനെ കൂടയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മൂർഖനെ കൊണ്ടുവന്ന് കടിപ്പിച്ച് ക്ലിയോപാട്ര ജീവനൊടുക്കിയെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ക്ലിയോപാട്രയുടെ കൂടെ ഉണ്ടായിരുന്ന 2 തോഴിമാർ മരിച്ചതും സംശയങ്ങൾക്ക് ഇട നൽകുകയാണ്. അതേസമയം ഈജിപ്തിലെ മൂർഖൻ കടിച്ചാൽ മരണസാധ്യത കേവലം 10% മാത്രമാണ് എന്നിരിക്കെ ഒരു മൂർഖന്റെ കടിയേറ്റ് നിമിഷങ്ങൾക്കകം 3 പേർ മരിച്ചു എന്ന വാദം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും ക്ലിയോപാട്രയെ ആരോ കൊല ചെയ്തിരിക്കാനാണ് സാധ്യതയെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ക്ലിയോപാട്ര ഒരിക്കലും സ്വയം ജീവൻ ഒടുക്കില്ലെന്ന് അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. BC 30 തന്റെ 39-ാം വയസ്സിലാണ് ക്ലിയോപാട്ര മരണമടയുന്നത്.